ഛേ, മോശം മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അല്ല, കാര്യം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. ആ, അത് തന്നെ. ജനുവരിയിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് 16,000 കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന അവതരണ ഗാനത്തിൽ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് ഒരു പ്രമുഖ നടിയെ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി സമീപിച്ചിരുന്നു അത്രേ. എന്നാൽ വെറും 10 മിനിറ്റുള്ള ഗാനം പരിശീലിപ്പിക്കുന്നതിനായിട്ട് നടി ആവശ്യപ്പെട്ടതാകട്ടെ 5 ലക്ഷം രൂപയും. അതുകൊണ്ടെന്താ, നമ്മുടെ മന്ത്രി അപ്പോഴേ നടിയോട് താങ്കളുടെ സേവനം ആവശ്യമില്ലെന്ന് അറിയിച്ച് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. പിന്നല്ല, സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടി ഇത്തരത്തിൽ പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന കലോത്സവത്തിലെ നൃത്ത ഇനങ്ങളിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സിനിമയിൽ എത്തിയവര് വരും തലമുറയ്ക്ക് ശരിക്കും ഒരു മാതൃകയാകേണ്ടവരല്ലേ? പക്ഷേ പ്രശസ്തിയും കുറച്ച് കാശുമായപ്പോൾ ഇത്തരക്കാർ വന്ന വഴി മറന്ന് കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് നടി കലയെ മറന്ന് അഹങ്കാരം കാണിച്ചിരിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. നടിയുടെ പേര് പരാമർശിക്കാതെയാണ് വി ശിവൻകുട്ടിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. എന്തായാലും ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും, നമ്മുടെ ചുറ്റും നിരവധി നൃത്താധ്യാപകരുണ്ടല്ലോ, അതിൽ സാമ്പത്തിക മോഹികളല്ലാത്ത നൃത്ത അധ്യാപകരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം. അല്ല, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാർക്ക് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു കോടി രൂപയ്ക്ക് ഒരു ബസ് എടുത്തായിരുന്നല്ലോ ഒരു വർഷം മുമ്പ്. ഈ അടുത്തിടെ മറ്റേ സൂപ്പർ ഡീലക്സ് AC ബസ് ആക്കാൻ വീണ്ടും ഒരു 10 ലക്ഷം രൂപ കൂടിയൊക്കെ മുടക്കിയില്ലേ? ആ ബസ് തന്നെ. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ 5 ലക്ഷം ചോദിച്ച നടിയെ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അധിക ചെലവായിരുന്നു അത്. മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ സർക്കാർ വക വാഹനം ഉള്ളപ്പോൾ ഇത്രയും തുക കൊടുത്തൊരു ബസിന്റെ ആവശ്യം ശരിക്കും അന്ന് ഇല്ലായിരുന്നല്ലോ. എങ്ങനെ? അല്ല, ജനങ്ങളുടെ നികുതി പണം ഞങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കാം, അല്ലാണ്ട് വേറെ ആർക്കും അങ്ങനെ ചുമ്മാ കൊടുക്കില്ല എന്നാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയാന്ന് വിചാരിക്കും. നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിനുള്ള അർഹത ശരിക്കും നമുക്കുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതിന് മാത്രമാണ്. കാരണം വേറൊന്നിനുമല്ല, ഏറി കയറാതെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും.